പ്രിയമുള്ളവരെ, കാരാടി റെസിഡൻസ് അസോസിയേഷൻ്റെ 7ാം വാർഷിക ആഘോഷത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ചടങ്ങിൽ സ്വാഗത പ്രഭാഷണം നടത്തുന്ന എം ബാലൻ, ചെയർമാൻ, ആഘോഷ കമ്മിറ്റി, ബാലേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് KRയുടെ പ്രസിഡന്റ് ബൈജുനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 7ാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റസീന സി അലിയാണ്. പ്രസിഡന്റിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീമതി ബിന്ദു ആനന്ദ്, 6ാം വാർഡ് മെമ്പർ, ശ്രീമതി ജ്യോതി KC, 9ാം വാർഡ് മെമ്പർ, പ്രഭാകരൻ നമ്പ്യാർ KP, രക്ഷാധികാരി KRA, നന്ദകുമാർ V, രക്ഷാധികാരി KRA. ഇവരെല്ലാം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി പറയുന്നത് പ്രദീപൻ, കൺവീനർ, ആഘോഷ കമ്മിറ്റി. പ്രദീപേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന കുമാരി ഹരിപ്രിയ K, ഹരിപ്രിയയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. സമരാദി തൃഷ്ണകളാകവേ നീങ്ങി സമതായും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൽ ഗീതം മുഴങ്ങി നരലോകമെപ്പോഴും ആനന്ദം നേടി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അടുത്തതായി സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ബാലേട്ടനെ ക്ഷണിക്കുന്നു. സ്വാഗത മോതുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആമുഖമായി KRയെ പറ്റി 2 വാക്ക്. പ്രിയമുള്ളവരെ, 2019 KRA ജന്മമെടുത്തത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ റിട്ടയർഡ് DYSP CT ടോം, അതുപോലെ നമ്മോട് വിട പറഞ്ഞു പോയ നമ്മുടെ ആരാധ്യ പുരുഷനായ CK അനിൽകുമാർ സെക്രട്ടറിയായും ആദ്യത്തെ KRA രൂപം കൊണ്ടു. ആദ്യത്തെ പ്രസിഡന്റ് CT ടോം, അതുപോലെ രണ്ടാമത്തെ പ്രസിഡന്റ് പ്രസീന ടീച്ചർ,
മൂന്നാമത്തെ പ്രസിഡന്റ് ഈ ബൈജുനാഥിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ കൂടി എല്ലാവർക്കും ആമുഖമായി ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതമോതുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇതിൻ്റെ KRAയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയങ്കരനായ ബൈജുനാഥിന് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള സ്നേഹസമ്മാനമായ സ്വാഗതം ആദ്യമായി ഓതുന്നു. അതുപോലെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ പ്രഥമ വനിതയായ നമ്മുടെ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീന സി അലി മാഡം അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടുകൂടി നിറഞ്ഞാദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരികളായ 2 വാർഡ് മെമ്പർമാർ KRAയുടെ സംഭാവനകളാണ്. അവർക്ക് ആദ്യമായി 6ാം വാർഡ് മെമ്പർ ബിന്ദു ആനന്ദിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ ആദരവോടു കൂടിയുള്ള സ്വാഗതം ഓതുന്നു. അതുപോലെ പ്രിയങ്കരിയായ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷകയും സാമൂഹ്യ സാമ്പത്തിക എല്ലാ രംഗങ്ങളിലും ഒരുപോലെ തൻ്റെ യശസ് ഉയർത്തിയ KRAയുടെ സംഭാവനയായ KC ജ്യോതിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ഓതുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നന്ദേട്ടന് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ നന്ദേട്ടന് KRAയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഓതുകയാണ്. ഇനി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ രക്ഷാധികാരിയായ പ്രബേട്ടന് അദ്ദേഹത്തിനും അവിടെ എത്തിച്ചേരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഹൃദയംഗമായ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും സ്വാഗതം ഓതുകയാണ്. അതുപോലെ ഇവിടെ എത്തിയുള്ള എല്ലാവർക്കും, KRA കുടുംബാംഗങ്ങൾക്കും KRA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഈ നമ്മുടെ KRAയുടെ കലാസദ്യ ഉണ്ണാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഓതിക്കൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുവാൻ ബഹുമാനപ്പെട്ട KRA പ്രസിഡന്റ് ബൈജുനാഥിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയരെ, നമ്മളെ KRA കുടുംബത്തിൽ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ അവരെ ഒന്ന് അനുസ്മരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്കൊരു മിനിറ്റ് മൗനം ആചരിക്കാം. പ്രാർത്ഥന. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാനിവിടെ നിൽക്കുകയാണ്. കാരണം KRAയുടെ എക്സിക്യൂട്ടീവ് ഒരു കമ്മിറ്റിയിൽ ഈ പ്രാവശ്യം നമ്മളുടെ ആഘോഷ പരിപാടികൾ വേണോ എന്നുള്ളൊരു ചോദ്യം ഉയരുകയുണ്ടായി. അപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി, നിർബന്ധമായിട്ടും ഈ പ്രാവശ്യം നടത്തണം നമുക്ക്. അതും എല്ലാ കൊല്ലം നടത്തുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഈ പ്രാവശ്യം നടത്തണമെന്ന് അവർ ഓരോരുത്തരും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുത്ത് തന്നെ എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുകയാണ്. ആദ്യമായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റസീന സി അലി അവർക്ക്, നമ്മളുടെ തന്നെ KRA റെസിഡൻസിലുള്ള നമ്മളുടെ മെമ്പർമാരായ ബിന്ദു ആനന്ദ്, ജ്യോതി KC, പിന്നെ നമ്മളുടെ സെക്രട്ടറി നന്ദേട്ടൻ, സിസ്റ്റർ ദേവി സിസ്റ്റർ, ബാലേട്ടൻ, ഇവർക്കെല്ലാവർക്കും ആദ്യമേ ഒരു സ്വാഗതം പറയുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും, KRA കുടുംബാംഗങ്ങൾക്കും അല്ലാത്ത ആൾക്കാർക്കും ഒന്ന് സ്വാഗതം പറയുകയാണ് ആദ്യമായിട്ട്. ഈ വർണ്ണം 2026 2K26 പരിപാടിയാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. അതിന് നമ്മളിപ്പം 7ാം വർഷത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ
പ്രസക്തി എന്താണെന്നുള്ളത് നമ്മൾ ശരിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരു കൂട്ടായ്മ എന്തായാലും നമ്മളുടെ ഈ റെസിഡൻറ്റ് അസോസിയേഷൻ വന്നതിന് ശേഷം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഞാൻ ശരിക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ റെസിഡൻറ്റ് അസോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നിവിടെ വന്നിട്ടില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുക, നന്ദി പറയുകയാണ്. വന്നതിനും നമ്മളെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അതിനായി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി നമ്മളുടെ പ്രിയങ്കരിയായ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റസീന സി അലി അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിലുപരിയായി നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ ബൈജുനാഥ്, അതുപോലെ ഇവിടെ സ്വാഗതം അഭ്യർത്ഥിച്ച ബാലേട്ടൻ, നമ്മുടെ വാർഡ് മെമ്പർ ബിന്ദു ആനന്ദ്, ജ്യോതി, പ്രഭാകരൻ നമ്പ്യാർ, നന്ദകുമാർ, രാമനുണ്ണി, പ്രദീപൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ, ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ താമരശ്ശേരിയിലുള്ള ഈ ഒരു ഭാഗങ്ങളിലാണ് കൂടുതൽ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനിൽ കാണാൻ ഇടവന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം തോന്നിയ സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടായ്മ, അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും തന്നെ ഇല്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു കൂടാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരം, നമ്മൾ ഒന്നിച്ചു കൂടി നമുക്ക് സംസാരിക്കാനും ഒന്നിച്ചു കൂടി ഒരു കളികളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരവസരം നമുക്ക് നൽകുന്നത് ഈ റെസിഡൻസ് അസോസിയേഷൻ തന്നെ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിഷമങ്ങളിലും നമ്മൾ ചേർത്ത് പിടിക്കാനും സന്തോഷങ്ങളിൽ ആഘോഷങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ നമുക്കൊരു കൂട്ടായ്മ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇപ്പോഴത്തെ കാലത്തിനനുസൃതമായി തന്നെ നമുക്ക് അത്യാവശ്യമായൊരു കാര്യം കൂടിയാണ്. നമ്മളെ കൂട്ടിച്ചേർത്ത് നമ്മളെ നിർത്താൻ ഇന്ന് നമ്മളെല്ലാവരും തന്നെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒരു വീട്, അതിൽ 4 ഭാഗവും മതിൽ കെട്ടി അപ്പുറമുള്ള വീട്ടിലെ ആളുകൾ ആരെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന നമ്മളാണ് കാണും. നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മുടെ അയൽവക്കക്കാരൊക്കെ കുറച്ചറിയാൻ മതിയാവും. ഇന്ന് നമ്മുടെ കുട്ടികൾ, അവർക്ക് അയൽവക്കത്തുള്ളവർ ആരെന്ന് പോലും അറിയാൻ ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ കുട്ടികളായാലും ശരി,
നമുക്ക് നമ്മളൊന്ന് അടക്കി അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് നമ്മളൊരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ അവരെത്ര വേണമെങ്കിലും ഇരിക്കും. അടുത്തുള്ള ആളുകളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മൾ അങ്ങ് പോരുന്നോ അല്ല കല്യാണത്തിന് പോരുന്നോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇല്ല, നമ്മൾ കല്യാണത്തിനില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വരുന്നോ എന്ന് വെച്ചാൽ അവർ പറയും വരുന്നില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനൊക്കെ ആവുന്ന സമയത്ത് ഒന്നിച്ച് കൂടി കുട്ടികളൊക്കെ കൂടെ ഒരു കലാപരിപാടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ആസ്വാദനമുള്ള പരിപാടികളൊക്കെ വെച്ച് ആ സന്തോഷം പങ്കിട്ട് അതൊരു വേറെ ഒരു ലെവൽ തന്നെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളമായാലും നമ്മുടെ ഇപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളമായാലും പ്രായമായവരാണെങ്കിൽ പോലും ഈ ഒന്നിച്ച് കൂടുന്ന ഒരവസ്ഥ നമുക്ക് ഇപ്പോൾ കൂടുതലില്ല. പണ്ടൊക്കെ നമ്മൾ വിരുന്ന് പോകുമായിരുന്നു കുടുംബാംഗങ്ങളിലൊക്കെ തന്നെ. ആ വിരുന്ന് പോക്കിനൊക്കെ കുറഞ്ഞ് എല്ലാവരും ജോലി തിരക്കിലാണ്. എല്ലാവർക്കും തിരക്കാണ്. ജോലിയാണെങ്കിലും അതിന് വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും വീട്ടുകളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ആളുകളൊന്നും ഇല്ലതാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവരൊക്കെ തന്നെ ഒറ്റപ്പെട്ട് ഒരു വീട്ടിലേക്കൊന്നും പോകാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊക്കെ തന്നെ ഒരു സന്തോഷം പങ്കിടുന്ന ഒരു വേദിയാണ് ഇങ്ങനെയുള്ള ഈ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് ലഭിക്കുന്ന കലാപരിപാടികളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. 7 വർഷം എന്ന് പറയുന്നത് കരാടി റെസിഡൻസ് അസോസിയേഷൻ്റെ 7 വർഷം എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് പറ്റുക എന്ന് പറഞ്ഞാലും വലിയൊരു സന്തോഷം ഒരു കാര്യമാണ്. ഞാനിതിനു മുമ്പേ ഒരു റെസിഡൻസിൽ പോയ സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ചെറിയതായിട്ട് നിങ്ങളിപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, നിങ്ങൾ 100-ൽ കൂടുതൽ വീടുകളിൽ ഒന്നിക്കുന്നത് വരെ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു 25-30-നുള്ളിലുള്ള വീടുകളാണ്. അപ്പോൾ അവർ ചെയ്ത ഒരു വർക്ക് കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. അവർ പണം സമ്പാദിച്ച് വെച്ചു. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ സമ്പാദിച്ചിട്ട് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ട്രാവലർ. എന്നിട്ട് ഇവർ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ടൂർ പോകണമെങ്കിൽ ആ പൈസ അതിൽ നിന്ന് തന്നെ ആ 25 ആളിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് ഡ്രൈവർ. അവർ എന്നിട്ട് സമ്പാദിക്കുന്നുമുണ്ട്, പക്ഷേ അവരാസ്വദിക്കുന്നുമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ടൂറൊക്കെ പോയി സന്തോഷത്തോടു കൂടി അവർ ആ ഒരു ഇത് വായിച്ച സമയത്ത് 1 വർഷം ചെയ്താൽ എനിക്ക് തോന്നുന്നു 2-3 വർഷം ആയിട്ടേ ഉള്ളൂ ആ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒറ്റയ്ക്കിരുന്നാൽ അത് പറ്റൂലല്ലോ. നമുക്കിപ്പോൾ എന്ത് തന്നെ ഉണ്ടായാലും സന്തോഷിക്കണമെങ്കിലും കുറേ ആളുകൾ വേണം. അപ്പോൾ ഈ 25-30 കുടുംബാംഗങ്ങൾ കൂടി തുടങ്ങിയ ഒരു ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷന് നമുക്ക് നമ്മളെ സന്തോഷങ്ങളും മറ്റുള്ളവരെ സഹായിക്കുകയും കൂടെ അവർ മറ്റ് പണം അതിൽ വരുന്ന പണങ്ങളെ വെച്ചിട്ടും അവർ പിന്നെ അതിൽ നിന്ന് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നത് നമ്മുടെ നാടിന് വേണ്ടി തന്നെ. നമ്മുടെ ഇപ്പോൾ ഇവിടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ ചെറിയ ഒരു രീതിയിൽ പണങ്ങളൊക്കെ എടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മനസ്സിന് സന്തോഷങ്ങൾ നൽകുന്നത്. ഇതുപോലെ ഒരു അസുഖമായി കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരെ നമുക്കൊന്ന് കൈപിടിച്ച് ഉയർത്താൻ ഒക്കെ നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ ഈ റെസിഡൻസ് അസോസിയേഷനെ കാണുമ്പോൾ ഈ ഒരു പരിപാടിക്ക് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെ പഞ്ചായത്തുകളിലും അതുപോലെ നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾക്കാണ് അറിയുക നിങ്ങളുടെ ഏരിയകളിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ അധികമായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ റെസിഡൻസിൻ്റെ എനിക്ക് തോന്നുന്നു ഈ അസോസിയേഷനൊക്കെ തന്നെ വേറെ ഒരു ഇവരെല്ലാം കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് മുകളിലായിട്ടൊരു കമ്മിറ്റി കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ?
താമരശ്ശേരിയിൽ. അപ്പോൾ അവരെ നമ്മൾ ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് അതിലൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ റെസിഡൻസിനെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, ഓരോ കാര്യങ്ങൾ, ഓരോ ഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പം നമ്മൾ പിന്നെ ഈ ഒരു പരിപാടി നിങ്ങൾ നല്ല രീതിയിൽ വിജയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ഭാഗം റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ താമരശ്ശേരി പഞ്ചായത്തിൻ്റെ ഒക്കെ കീഴിൽ നിങ്ങൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വരികയും അതോടൊപ്പം നമ്മുടെ സഹായങ്ങളും നമ്മുടെ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ സന്നദ്ധമാണ് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി SLC +2 LSS USS വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അവരുടെ മൊമെൻ്റ് കൊടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അവറുകളാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് കയറി വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. SLCയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളുടെ ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത്. ആദിത്യൻ H, സൺ ഓഫ് ഹരിദാസൻ P, ആദിത്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗൗരി നന്ദന KB, ഗൗരി നന്ദനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജിയ PK, ഡോട്ടർ ഓഫ് ലത T, ജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരം സമർപ്പിക്കലാണ്. നേഹൽ VS, സൺ ഓഫ് വിനിൽ നാഥ്, നേഹലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി USS നേടിയ ഹരിപ്രിയ K, ഡോട്ടർ ഓഫ് ഷാബു K, ഹരിപ്രിയയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി LSS സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള ആദ്യ രതീഷ്, ഡോട്ടർ ഓഫ് രതീഷ്, ആദ്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി LSS സ്കോളർഷിപ്പ് നേടിയ ധീരവ് P ശേഖർ, സൺ ഓഫ് പ്രജീഷ് സാഗരിക, ധീരവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി excellent performance in school level and selected for Navodaya 2026, ആദിഷ് ആനന്ദ്, സൺ ഓഫ് പ്രജീഷ് ആനന്ദ്, ആദിഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭരതനാട്യം പെർഫോമൻസ് ആർട്ടിസ്റ്റ് അഭിനന്ദ ബന്ദീഷ്, ഡോട്ടർ ഓഫ് ബന്ദീഷ്, അഭിനന്ദയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ആശംസ അർപ്പിക്കുന്ന ചടങ്ങാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബിന്ദു ആനന്ദ് 6ാം വാർഡ് മെമ്പറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബൈജുനാഥ്, ഉദ്ഘാടക താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റസീന സിയാലി, KRA സെക്രട്ടറി, അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏതൊരു പ്രസ്ഥാനവും ഒരു നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച് അവർക്ക് സ്നേഹവും കരുതലും സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കൂട്ടായ്മകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നമ്മുടെ KRA വിജയകരമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ്. നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആളുകൾക്ക് അസുഖമായാലും അവർക്ക് സന്തോഷത്തോടെയുള്ള വിജയങ്ങളായാലും തന്നെ അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ 7 വർഷക്കാലത്തും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വലിയ ഒരു അനുഗ്രഹം പോലെ തന്നെ ഉള്ള കാര്യമാണ്. അതിൽ ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അഭിനന്ദനം നൽകിക്കൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർത്തു പോകുന്ന ഒരാളാണ് നമ്മളെ അനിയേട്ടൻ്റെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ ഓർക്കാതെ നമുക്കൊരു വാർഷികാഘോഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതേപോലെ ഇവിടെ നമ്മൾ വിജയമായി നമ്മുടെ അഭിമാനവും നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ അഭിമാനമായി കൊണ്ട് മുന്നേറുന്ന വിജയികളായ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുതൽ എന്ന പോലെ തന്നെ അവർക്ക് പ്രചോദനവും ആവേശവും നൽകാൻ ഈ KRA റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്ത് അവരെ ചേർത്ത് പിടിച്ചും അവരെ നല്ല രീതിയിൽ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നമുക്കൊരു അഭിമാനമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഉത്തേജനവും നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്രസംഗത്തിനോടൊന്നും അല്ല പ്രാധാന്യം, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ കലാവിരുന്നുകൾ കാത്തിരുന്നിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ 7ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ നമ്മുടെ വിജയികളായ നമ്മുടെ ഈ നാട് തന്നെ അഭിമാനമായി വളർന്നു വരുന്ന നമ്മൾ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് 9ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി ജ്യോതി KC ആണ്. ജ്യോതി KCയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട KRAയുടെ അധ്യക്ഷൻ ബൈജുനാഥ്, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീന സിയാലി, പിന്നെ വാർഡ് മെമ്പറായ ബിന്ദു ആനന്ദ്, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഒരു ഇപ്പോൾ ബിന്ദു മേഡം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രസംഗത്തിലല്ല പ്രാധാന്യം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിയുടെ സമയങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ 2 വാക്ക് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ റെസിഡൻസ് 7 വർഷമായി പ്രവർത്തിക്കുന്നു. അതുപോലെ ഇതിൽ ആക്റ്റീവായി 4 വർഷം ഞാൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തുള്ള KRAയിലും പുറത്തുമുള്ള ആളുകൾക്ക് ഒരുപാട് ധനസഹായവും അതുപോലെ തന്നെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ KRA കുടുംബം പോലെ കാണണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഞങ്ങളുടെ ഈ ഒരു വിരുന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടികളും, ഓണം, വിഷു, അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്നൊരു കൂട്ടായ്മയാണ്. അതുപോലെ സങ്കടമായാലും സന്തോഷമായാലും ഞങ്ങൾ ഈ കുടുംബങ്ങൾ ഒത്തുചേർന്ന് തന്നെ പങ്കുവെക്കുകയും ഇനിയും മുന്നോട്ട് ഇതുപോലുള്ള കൂട്ടായ്മയും പ്രവർത്തനം നടക്കാനുള്ള എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി KRAയുടെ രക്ഷാധികാരിയായിട്ടുള്ള പ്രബേട്ടനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇല്ല, നമ്മുടെ KRAയുടെ രക്ഷാധികാരിയായിട്ടുള്ള നന്ദേട്ടനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷൻ
ശ്രീ ബൈജുനാഥ്, ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ശ്രീ റസീന സിയാലി, അതുപോലെ ഈ ചടങ്ങിന് ആശംസ നൽകിയ നമ്മളെ വാർഡ് മെമ്പേഴ്സ്, മറ്റു സന്നിഹിതരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സാദര പ്രണാമം. സൂചിപ്പിച്ചതുപോലെ ഒരാശംസയല്ല ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിനുള്ള വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നമ്മളെ ഈ KRA റെസിഡൻസ് അസോസിയേഷൻ എന്ന സംരംഭം എല്ലാ അർത്ഥത്തിലും തലത്തിലും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ പ്രദീപേട്ടനാണ്. പ്രദീപേട്ടനെ ക്ഷണിക്കുന്നു. അടുത്ത നേരത്തെ അനുമോദന ചടങ്ങിൽ വിട്ടുപോയ ഒരാളാണ് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗൗരി നന്ദന KB. ഗൗരിയെ ഈ വേദിയിലേക്ക് ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു. നമ്മൾ നേരത്തെ പേര് വിളിച്ചതായിരുന്നു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജിയ ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. ജിയ PK, ഡോട്ടർ ഓഫ് ലത T. അടുത്തതായി നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള പ്രദീപേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, KRAയുടെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 7 വർഷക്കാലത്തെ പ്രവർത്തനം ഈ KRAയുടെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി മേഖലകളിൽ ശ്ലാഘനീയമാണ്. കോവിഡ് കാലത്തൊക്കെ ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ ഞാനൊക്കെ ഒരു KRA കുടുംബാംഗം എന്നുള്ള നിലയ്ക്കല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മളേറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി കിറ്റ് നമ്മുടെ ഉമ്മറത്ത് വെച്ച ഒരനുഭവം വല്ലാതെ നമ്മളെ മനസ്സിൽ ആകർഷിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലത്ത് ചുറ്റുമതിലുകളില്ലാതെ, ഗേറ്റുകളില്ലാതെ കടന്നു വന്ന ഒരു സമ്പ്രദായത്തിലായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു. എന്നാൽ കാലഘട്ടം ഇതിനൊക്കെ അനുസൃതമായി വളർന്നപ്പോൾ ഞാനും അതിനെ കൂടെ വളർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് KRAയുടെ ഭാഗമായി ഒരു പച്ചക്കറി കിറ്റ് എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എത്തിയിട്ടുള്ളത്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ഞങ്ങളെ കുടുംബത്തിൽ. നമുക്ക് പച്ചക്കറി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടോ മറ്റൊന്നുമല്ല, എങ്കിലും ആ ഒരു സമ്മാനം വളരെയേറെ സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നൊരു സമയമായിരുന്നത്. ആ സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ KRAയുടെ മുൻഗാമികളായിട്ടുള്ള, നേരത്തെ ആശംസകൾ അറിയിച്ചിട്ടുള്ള ബിന്ദു ആനന്ദ് സൂചിപ്പിച്ചു, അനി, നമ്മുടെ രാജേട്ടൻ, പീതാംബരേട്ടൻ, അവരെയൊന്നും നമുക്ക് മറക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം.
അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബൈജുനാഥിനെ, KRAയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബൈജുനാഥിനെ ഞാൻ ആദ്യമായി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ചടങ്ങിൽ നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റസീന സിയാലിയെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ജ്യോതി KC, ശ്രീ ബിന്ദു ആനന്ദ്, ശ്രീ നന്ദേട്ടൻ, ഈ KRAയുടെ എല്ലാമായിട്ടുള്ള ദേവിയേച്ചി, ശ്രീ രാമനുണ്ണിയേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ KRA കുടുംബാംഗങ്ങൾക്കും ഇതിനോട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇതോടുകൂടി നമ്മുടെ സംസ്കാര സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്.